ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കൊണ്ടുവന്ന പ്രമേയവും പഞ്ഞമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസും ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഇന്ന് നിയമസഭയെ സജീവവും ശബ്ദായമാനവുമാക്കി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കിയെങ്കിലും 2 BJP അംഗങ്ങൾ ഉയർത്തിയ എതിർ ശബ്ദവും ശ്രീ വി മുരളീധരന്റെ ഭേദഗതിയും ശ്രദ്ധേയമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണ്ണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തലുകൾ വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിലും വീഴ്ച പതിവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ വി മുരളീധരൻ എന്നിവരാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത്. BJPക്ക് വേണ്ടി ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായി ഇടപെട്ട് ക്രമക്കേടിൽ കൃത്യമായ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ സഭ പ്രശംസിക്കുന്നു എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ശ്രീ വി മുരളീധരന്റെ ആവശ്യം. ശബ്ദവോട്ടിൽ ഭേദഗതി തള്ളിയ ശേഷം പ്രമേയം പാസാക്കിയതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം വൈകിയാൽ പണം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2ാം ഗഡു അടുത്ത മാസം നൽകും. ഒരു കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല. 1ാം ഗഡുവിനായി ജില്ലാ ഓഫീസുകളിൽ പണം എത്തിയിട്ടുണ്ടെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ശ്രീ സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൗജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി VA അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യ ഗഡു 1500 രൂപ 3 ജില്ലകളിൽ നൽകി. ബാക്കിയെടുത്ത് അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യ ഗഡു നൽകാറുള്ളത്. 2ാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങി. കഴിഞ്ഞ സർക്കാർ പോയ പോക്കിന് സഹായം 6000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഉയർത്തിയ തുക UDF സർക്കാരാണ് നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഗുണഭോക്തൃ വിഹിതം 21 കോടിയോളമുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജൂലൈ വരെ 3 ഗഡുകളായാണ് നൽകേണ്ടിയിരുന്നത്. LDF സർക്കാർ 4500 രൂപയുടെ ആനുകൂല്യം 6000 ആക്കിയതും നൽകുന്നില്ല. കേന്ദ്രവിഹിതം എല്ലാ കാലത്തും വൈകാറുണ്ട്. അതുകൂടി സംസ്ഥാനം നൽകുകയാണ് വേണ്ടത്. ട്രോളിംഗ് നിരോധന കാലത്ത് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇത്തവണ ഉണ്ടായില്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണിതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സമാശ്വാസ നടപടികൾ കൃത്യമല്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടെ സ്പീക്കർ നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകളും ട്രോളുകളും ഉണ്ടാക്കുന്നെന്ന് ശ്രീ K രാജൻ സഭയിൽ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം നീണ്ടുപോയെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ മറുപടി. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നും വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറെ അപമാനിക്കുന്നത് പറ്റില്ലെന്നും സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. വിഷയത്തിൽ മാത്രം പ്രസംഗിക്കാം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് നിർദ്ദേശവും നൽകി. താൻ പറയാറുള്ളത് പറയുമെന്നും അത് അവകാശമാണെന്നുമായിരുന്നു രാജന്റെ മറുപടി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും അടങ്ങിയ 4 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുന്നതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതും ദേശീയ മാനദണ്ഡ പ്രകാരം യോഗ്യതകൾ ഏകീകരിക്കുന്നതുമടക്കം സമിതി പഠിക്കും. സ്കൂളുകളിൽ 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ ആയിരുന്നത് തസ്തിക സംരക്ഷിക്കാനായി കഴിഞ്ഞ വർഷം മുതൽ 300 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നാക്കിയെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. കൊച്ചിയിൽ 2050 വരെയുള്ള ശുദ്ധജല ആവശ്യം കണക്കാക്കി ആലുവയിൽ 190 MLT പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്
നിയമസഭയിൽ പറഞ്ഞു. പെരിയാറിനോട് ചേർന്ന പമ്പ് ഹൌസ്, ശുദ്ധീകരണശാല എന്നിവയും തയ്യാറാക്കും. 523 കോടിയാണ് ചെലവ്. ഇതുവഴി കൊച്ചി നഗരത്തിലും സമീപത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കും. മരടിലെ 100 MLT പ്ലാന്റിൽ നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വിതരണം നടത്തുന്നുണ്ട്. ADB സഹായത്തോടെ 2511 കോടിയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ TJ വിനോദിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ജില്ലകളിൽ 1000-ലേറെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതീവ ഗുരുതര സ്വഭാവത്തിലെ കേസുകളാണ് ഇവ. വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് തടയാൻ പോലീസ് കർശന നടപടികളെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന 1836 വ്യാജ ലോൺ ആപ്പുകളും 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും നീക്കം ചെയ്തു. വ്യാജ ഇൻസെന്റ് ലോൺ ആപ്പുകളും തട്ടിപ്പിന് വഴിയൊരുക്കുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും നീക്കും. തട്ടിപ്പുകാരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തനരഹിതമാക്കും. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവയിലൂടെ നടപടികൾ ഫലപ്രദമാക്കും. തട്ടിയെടുക്കുന്ന പണം മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസിയായി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവ. അന്യസംസ്ഥാനങ്ങളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ശ്രീ അബിൻ വർക്കിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം MBBS BDS കോഴ്സുകൾക്ക് ഇക്കൊല്ലവും അടുത്ത വർഷവും 4.5 വർഷത്തെ ഫീസേ വാങ്ങാവൂ എന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചതായി മന്ത്രി K മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. മുൻ വർഷം വാങ്ങിയ അധിക ഫീസ് തിരികെ നൽകുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെഡിക്കൽ കോഴ്സുകളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കും. 4.5 വർഷത്തെ കോഴ്സിന് 5.5 വർഷത്തെ ഫീസാണ് കോളേജുകൾ ഈടാക്കിയത്. ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കോലഞ്ചേരി മലങ്കര കോളേജ് ഹൈക്കോടതിയിൽ നിന്ന് 3 മാസത്തെ സ്റ്റേ നേടി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് മാനേജ്മെന്റുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ സ്ഥാപിക്കുന്നതിന് KSEBയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞു. ധനാഭ്യർത്ഥന ചർച്ചയിൽ M വിൻസെന്റ്, PP സുമോദ്, AKM അഷ്റഫ്, ഗീതാ ഗോപി, റെജി ചെറിയാൻ, BB ഗോപകുമാർ, ഉല്ലാസ് കോവൂർ, PK പ്രവീൺ, G സുധാകരൻ, CR മഹേഷ്, MM നസീർ, TP അഷ്റഫ് അലി, ജ്യോതികുമാർ ചാമക്കാല, K പ്രേംകുമാർ, TJ വിനോദ്, PK നവാസ്, സേനാപതി വേണു, വിനോദ് ജോബ് കുഴിമണ്ണിൽ, കുർക്കോളി മൊയ്തീൻ, IC ബാലകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി, തിരുവനന്തപുരം.